എവിടെയും മനുഷ്യനുള്ളിടത്തെല്ലാം ഇങ്ങനൊരു കാര്യമുണ്ട്, മോറൽ കോൺഷ്യസ്നെസ്, ധാർമ്മിക ബോധം. ഈ ധാർമ്മിക ബോധത്തിൽ നിന്നാണ് ഒരു കാര്യം നല്ലതോ ചീത്തയോ എന്ന് നാം വിലയിരുത്തുന്നത്. നമ്മളിലുള്ള ധാർമ്മിക ബോധത്തിൽ നിന്നാണ് നാം ചെയ്യുന്നൊരു കാര്യം ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്നത്, മറ്റൊരാൾ നമ്മോട് ചെയ്യുന്നൊരു കാര്യം ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്നത്, ഒരാൾ നല്ല വ്യക്തിയോ ചീത്ത വ്യക്തിയോ എന്ന് വിലതിരിക്കുന്നത്. വാസ്തവത്തിൽ ലോകത്തിലെ നിയമങ്ങൾ, ലീഗൽ സിസ്റ്റം, നിയമ സംവിധാനം ഉണ്ടായിരിക്കുന്നത് ഈ മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന ധാർമ്മിക ബോധത്തിൽ നിന്നാണ്. ഈ ധാർമ്മിക ബോധം നമ്മുടെ മനസ്സാക്ഷിയിൽ എംബഡഡ് ആണ്, ഇഴുകിച്ചേർന്നിരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് മനസ്സാക്ഷി ഒരു ജീവിത പ്രമാണമായി തീരുന്നത്. പക്ഷേ മനസ്സാക്ഷിക്കൊരു വലിയ പ്രശ്നമുണ്ട്. മനസ്സാക്ഷിയുടെ പ്രശ്നം, എല്ലാവരിലും മനസ്സാക്ഷി ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ, സംസ്കാരങ്ങളിൽ, സദാചാരബോധങ്ങളിൽ, മതബോധങ്ങളിൽ വളരുന്ന ആളുകളെ സമയത്തോളം അവരുടെ മനസ്സാക്ഷി, അവർ വളർത്തപ്പെട്ട ഈ പ്രത്യേക പരിസ്ഥിതിയിൽ കൂടിയാണ് അവരുടെ മനസ്സാക്ഷിയും കൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ടൊരു ധാർമ്മിക ബോധമുണ്ടെങ്കിലും അതിനെ സ്വാധീനിക്കുന്ന നിലയിൽ മതബോധം, സംസ്കാരം, അതാത് ജീവിത സമൂഹത്തിൻ്റെ ഇടയിലുള്ള മൂല്യബോധങ്ങളൊക്കെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷി എല്ലാവരും ഒരുപോലെയല്ല വർത്തിക്കുന്ന, വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം, മനസ്സാക്ഷി എന്നുള്ളത്, മനസ്സാക്ഷിയുടെ ജഡ്ജ്മെൻ്റ്, അതിൻ്റെ വിധി തീർത്തും സാധൂകരിക്കാവുന്നതല്ല, വാലിഡല്ല, വ്യത്യസ്തമാണ്. പക്ഷെ മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ദൈവികമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ധാർമ്മിക ബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒന്നാണ് മനസ്സാക്ഷി. ഇതിൻ്റെ നടുക്കാണ് മനസ്സാക്ഷി ആധികാരികമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇടയിലാണ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് മനസ്സാക്ഷിയല്ല അടിസ്ഥാനപരമായിട്ട് ആധാരമായിരിക്കുന്നത്. വിശ്വാസികൾ പറയാറുണ്ട്, എൻ്റെ മനസ്സാക്ഷി, അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ലെങ്കിൽ തന്നെയും അതാണ് ശരിയെന്ന് ഞാൻ പറയുകയില്ല. യുവർ കോൺഷ്യസ്നസ് ഈസ് ഓൾവേസ് നോട്ട് റൈറ്റ്. നിങ്ങളുടെ മനസ്സാക്ഷി എപ്പോഴും ശരിയല്ല. അതുകൊണ്ടാണ് നമുക്ക് ആധാരമായിരിക്കുന്നത് വിശുദ്ധ ദൈവ തിരുവെഴുത്തുകളാണ്. ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ, അതിലെ മൂല്യങ്ങൾ, അതിലെ നീതി, അതിലെ ജ്ഞാനം, അതിലെ ധാർമ്മികത, ഇതാണ് ദൈവമക്കളെ സമയത്തോളം ആധികാരികമായിരിക്കുന്നത്. നാം സാധാരണ ഒരു നല്ല മനുഷ്യൻ എന്ന് സമൂഹത്തിൽ പറയുന്ന ആരെയാണ്? മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കുന്നയാൾ. നമുക്കറിയാതെ വളരെ പേരില്ല. എന്നാൽ നമ്മൾ എവിടെയും ശ്രദ്ധിച്ചാൽ അങ്ങനെയുള്ള നിശ്ചയമായും ചിലരെ കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, വിശ്വാസികൾ എന്ന് പേര് പറയുന്ന അനേകരെക്കാളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കൂടുതൽ ഉത്തമ മനസ്സാക്ഷി സൂക്ഷിക്കുന്ന സാധാരണക്കാരെ കാണുക സാധ്യമാണ്, നമ്മൾ സത്യസന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്നെ വിശ്വാസികൾക്ക് എന്താ സംബന്ധിച്ച് ചോദിച്ചാൽ എന്നോട് ചോദിക്കരുത്, ഈ പറയുന്നവരൊക്കെ വിശ്വാസികളാണോ എന്ന് എനിക്ക് സത്യമായും ആത്മാർത്ഥമായിട്ട് സംശയമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നതുകൊണ്ടോ, വേറൊരു പള്ളി വിട്ടുകൊണ്ടോ, കൂട്ടായ്മയ്ക്ക് കൂടുന്നതുകൊണ്ടോ ഒന്നും അവരെല്ലാം വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം വിശ്വസിക്കുന്ന പല കാര്യങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടല്ല വിശ്വാസികളായിരിക്കുന്നത്. വിശ്വാസി എന്ന് പറയുന്ന പദം, ആ പദത്തിൻ്റെ മറ്റൊരു അർത്ഥം വിശ്വസ്തത എന്നാണ്. ഇത് രണ്ടും ഒരേ പദത്തിൽ നിന്ന് നമുക്ക് വിവർത്തനം ചെയ്യാവുന്ന കാര്യമാണ്. സോ ലെറ്റ്സ് സേ ദ ബിലീവർ ഈസ് ദ ഫെയ്ത്ത്ഫുൾ ഓഫ് ഗോഡ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വസ്തനെന്നും അതിനോട് ചേർന്ന അർത്ഥമുണ്ട്. ദോസ് ഹു ആർ നോട്ട് ദ ഫെയ്ത്ത്ഫുൾ ഓഫ് ഗോഡ് ആർ നോട്ട് റിയലി ബിലീവേഴ്സ്.
ദൈവത്തിന് വിശ്വസ്തരല്ലാത്ത ആരും വിശ്വാസികളല്ല. അത്രയും മാത്രം ഞാൻ ആ കാര്യത്തിൽ വിശദീകരണം പറയുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ പലരും തലതിരിഞ്ഞും ശബ്ദം കേൾക്കുന്നിടത്തെല്ലാം ഓടി നടക്കുന്നു, കഥയില്ലാതെ നടക്കുന്നു, എല്ലാം വിശ്വാസ സമൂഹമാണെന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർ തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ ടു ബി എ ബിലീവർ ഈസ് മോർ എ ഡിഫൈൻഡ് ടേം. നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ വിശ്വാസി എന്ന് പറയുന്ന പദപ്രയോഗം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ നമ്മൾ സാധാരണ ഇങ്ങനെ മനസ്സാക്ഷി സൂക്ഷിച്ച് ജീവിക്കുന്നവരെ നല്ല വിശ്വാസി എന്ന് പറയാറുണ്ട്. അപ്പോൾ പിന്നെ സാധാരണ വിശ്വാസിയുടെ കാര്യം ചിന്തിച്ചാൽ മതി. ഒരു നല്ല വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? അത്യാവശ്യം മനസ്സാക്ഷിയൊക്കെ സൂക്ഷിച്ച് അയലക്കാരുമായിട്ട് വഴക്കുണ്ടാക്കി ജീവിക്കാത്ത ഒരാളെന്ന അർത്ഥം. അതാ ഈ നല്ല വിശ്വാസി. ചീത്ത വിശ്വാസി ഒരു വിശ്വാസിയില്ല, ബാക്കിയെല്ലാം വിശ്വാസികളാണ്. അതാണ് അതിൻ്റെ ഏറ്റവും മിനിമം നല്ല വിശ്വാസി. പക്ഷെങ്കിൽ അങ്ങനെ നല്ല വിശ്വാസി നാം തിരുവചനത്തിൽ കാണുന്നില്ല. തിരുവചനത്തിൽ നാം കാണുന്നത് ഗോഡ്ലി, സ്പിരിച്വൽ, റൈച്ചസ്, ഈ പദപ്രയോഗങ്ങളാണ് നാം കാണുന്നത്. ദൈവഭക്തർ, നീതിയോടെ ജീവിക്കുന്നവർ, ആത്മീകർ, ഇതൊക്കെയാണ് വിശ്വാസികളെക്കുറിച്ച് പറയാവുന്ന ശരിയായ പദങ്ങൾ. പക്ഷെ ആരാണ് ഈ ഭക്തർ അല്ലെങ്കിൽ ആത്മികർ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെക്കുറിച്ചാണ്? അവർ കേവലം മനസ്സാക്ഷിയുടെ തലത്തിൽ നിന്ന് അപ്പുറത്തായിട്ട് ദൈവവചനത്തിന് തങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നവരാണ്. ദൈവവചനത്തിന് തങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നവരാണ്. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? ദൈവവചനത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കി എന്താ ഉള്ളത് എന്ന് പറയാമോ? സ്കൂളിലും കോളേജിലും കൂട്ടുകാർ, ജോലി ചെയ്യുന്നിടത്തുള്ള മിത്രങ്ങൾ, സമൂഹത്തിലുള്ള സുഹൃത്തുക്കൾ, പിന്നെ സോഷ്യൽ മീഡിയ പറയുന്നത്, പത്രവായനയിൽ നിന്ന് കിട്ടുന്ന, ദൈവവചനത്തിന് പ്രാധാന്യം ഇല്ലാത്തവരുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പത്രവായനയിൽ കിട്ടുന്നത്, നമുക്ക് പല സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ പറയുന്നത്, സാധാരണ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത്, ദീസ് ആർ ദ ഡേറ്റ. നമ്മുടെ ഉള്ളിൽ ഈ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നതും ദിശബോധം നൽകുന്നതും നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതും. ദാറ്റ് ഈസ് ലൈഫ് ടു us. അതാണ് നമുക്ക് ജീവിതമായി തരുന്നത്. നോ, സോറി, ഇതല്ല. അവർക്ക് എന്തായിരിക്കണം? അവരുടെ ആധാരം, അവരുടെ പഠനം, അവരുടെ അറിവ്, അവരുടെ ചിന്താവിഷയം, അവരുടെ ബോധ മനസ്സിൽ വരേണ്ട ജീവിത മൂല്യം, അതിൽ നിന്നാണ് അവരുടെ ജീവിതം പോകണം. എന്താണത്? ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ഇൻസ്പയർഡ്. നാം വായിക്കുന്ന സകല തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്. ദ ബ്രെത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശ്വാസം ഉൾക്കൊള്ളുന്നതാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരണം. ആ വചനം കറക്ഷൻ, റബ്യൂക്ക്, ഉപദേശത്തിന്, ശാസനയ്ക്ക്, തിരുത്തലിന്, നീതിയുടെ അഭ്യാസത്തിന്, ഇതിനൊക്കെയുമാണ് ഈ ദൈവവചനം, ദൈവശ്വാസീയമായിരിക്കുന്ന ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമുക്കൊക്കെ ബൈബിളുകളുള്ളത്, ദൈവസഭയിൽ വരുമ്പോൾ നാം ദൈവവചനം കേൾക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സമർത്ഥനാകാം, കേമനാകാം, ഒന്നാമനാകാം, എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ വലിയവരാകാം. ദിസ് ഈസ് നോട്ട് ദ ഹോൾ പർപ്പസ് ഓഫ് ഇറ്റ്. ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് ഹി ഷുഡ് ബി കംപ്ലീറ്റ്, പൂർണ്ണനായി തീരണം. ഇതിനാണ് തിരുവെഴുത്തുകൾ നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഇടപാടുകളെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ തിരഞ്ഞെടുപ്പുകളെയും തീരുമാനങ്ങളെയും എല്ലാം ബാധിക്കുന്ന നിലയിൽ ദൈവവചനത്തിൻ്റെ ചിന്തകൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതിൻ്റെ പോഷണങ്ങൾ, അതിൻ്റെ ദിശാബോധങ്ങൾ
ഗോഡ്സ് വേർഡ് ഷുഡ് സോ മച്ച് ഇൻസ്ട്രക്ട് ആൻഡ് ഷേപ്പ്. നമ്മളെ അനുശാസിക്കുകയും നമ്മുടെ ജീവിതത്തെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? പിയർ പ്രഷർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സമ്മർദ്ദം, കൂട്ടുകാരുടെ നടുക്ക് എന്നാൽ സമ്മർദ്ദം, ജോലിയെടുത്ത് ആ വ്യക്തികളുടെ ചിന്താഗതികളുടെ സമ്മർദ്ദം, സ്കൂളിൽ കൂട്ടുകാരുടെ ചിന്തയുടെ സമ്മർദ്ദം. എവ്രിവെയർ വി ഹാവ് ദിസ് പിയർ പ്രഷർ. ആ ചുറ്റുമുള്ള സമ്മർദ്ദങ്ങളുണ്ട്. അതിന് നടുവിൽ നാം സമ്മർദ്ദത്തിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്തു വേണം? അകത്തെന്ത് വേണം? We should be filled and nourished with God's word. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ അകത്ത് നിറഞ്ഞിരിക്കണം. What is what and what is not, എന്തായിരിക്കുന്നു, എന്തല്ലാതായിരിക്കുന്നു. In everything guided by God's heart which is in His word. ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഹൃദയത്താൽ നാം നമ്മുടെ ദിശ മുമ്പോട്ട് പോകണം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ദിവസം 10 മിനിറ്റ് ബൈബിൾ ധ്യാനിക്കുന്ന, ഒരു ദിവസം എവറി ഡേ 10 മിനിറ്റ് ബൈബിൾ ധ്യാനിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഓക്കെ, അരമണിക്കൂറിൽ താഴെ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എന്താ അരമണിക്കൂർ താഴെ എന്ന് ഞാൻ പറയാൻ കാര്യം? മിക്കവാറും എല്ലാവരും അതിൽ കൂടുതലായാലും സമയം എടുക്കുന്നു. What is your heart filled with? നിങ്ങളുടെ ഹൃദയം എന്തുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, ദിശാബോധങ്ങൾ, നിങ്ങളുടെ ജീവിത മൂല്യങ്ങൾ. Is it the word? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിരിക്കുന്ന വചനമാണോ? So this is it. ഈ ദൈവസഭയിൽ വചനം കേൾക്കുമ്പോൾ തന്നെ ഉറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ കാരണം, they have nothing to do with it in their heart. They don't have anything practically daily to deal with it. അവരുടെ ഹൃദയത്തിൽ ദൈവവചനത്തിൻ്റെ സ്ഥാനം അവരുടെ ജീവിതത്തിലില്ല. മറ്റേതും കാണുമ്പോൾ they are so excited. അവർ ഉണർന്നിരുന്ന് ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ആകാംക്ഷയോടെ കേൾക്കുന്നു. Why? Your heart is so connected to this perishing world. ഈ നാശയോ ലോകവുമായിട്ട് അത്രമാത്രം ബന്ധിക്കപ്പെട്ടാണ് നിങ്ങളുടെ ചിന്തയിരിക്കുന്നത്. നിത്യജീവനുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹൃദയവുമായി, ദൈവത്തിൻ്റെ ഹിതവുമായി, ദൈവത്തിൻ്റെ വഴിയും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവവചനത്തോട് ബന്ധിക്കപ്പെടാതിരിക്കാൻ കഴിയുകയില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവഭക്തരായി ആത്മീയരായി ജീവിക്കുന്നതിനെ സംബന്ധിച്ചവർക്ക് ആധാരമായിരിക്കുന്ന തിരുവെഴുത്തുകളാണ്. ഓക്കെ, എന്നാലും ഞാനൊരു കാര്യം പറയാം. തിരുവെഴുത്തുകളെ ആധാരമാക്കി അതിലെ സത്യ നിയമങ്ങൾ, അതിലെ നിബന്ധനകൾ, തിരുവെഴുത്തുകളിലെ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സത്യ ആത്മാർത്ഥതയുള്ള ചിലരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നാം വളരെ പേരെ കണ്ടില്ലെങ്കിലും those who give such importance, priority to God's word, ദൈവവചനത്തിന് ഇത്രമാത്രം മുൻഗണന നൽകി അതിന് സമയം ചെലവഴിച്ച് ജീവിതവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി തങ്ങളുടെ കുടുംബജീവിതവും തങ്ങളുടെ വ്യക്തിപരമായ ജീവിതവും സാമൂഹ്യ ജീവിതവും എല്ലാം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ ശ്രമിക്കയിൽ തന്നെ ഈ ശ്രമങ്ങളെല്ലാം പ്രാരംഭ സമയങ്ങളിൽ ഇത് നന്നായിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇറ്റ്സ് വർക്കിംഗ്, നന്നായിട്ടിത് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ കുറേ സമയം നമ്മൾ മുമ്പോട്ട് ഈ വഴിത്താരയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങൾ വചനത്തെ സ്നേഹിച്ച് ഹൃദയത്തിൽ അത് സ്വീകരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ പോകുവാൻ നിഷ്കർഷയുള്ളവരാണെങ്കിൽ മാത്രമേ അടുത്ത കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ സോറി, അല്പസമയം ടൈം ഔട്ടാണ്. വചനത്തെ ഗൗരവമായിട്ട് എടുത്തവർക്ക് വേണ്ടി മാത്രമേ ഞാൻ പറയുന്നു. അല്ലാത്തവരത് കേട്ട് എടുത്താൽ തെറ്റിദ്ധരിക്കപ്പെടും. ആദ്യ സമയത്ത് വചനത്തിൻ്റെ അനുസരണ, അതിൽ ദൈവഹിതം കണ്ട് ജീവിത പ്രമാണം കണ്ട് പോകുന്ന ഒരു സമയത്തോളം ഇറ്റ് വർക്ക്സ് ഫോർ എ ടൈം. ഒരു സമയം വരെ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണും. കുറച്ച് കഴിയുമ്പോൾ ആദ്യം വിചാരിച്ചത്ര ലളിതമായിട്ട് കാര്യങ്ങൾ പോകുന്നില്ല. there is something inwardly hindering. അകത്തുനിന്ന് എന്തോ ഒരു തടസ്സം മുൻപോട്ട് പോകാൻ, ഒരു തടസ്സം അനുഭവിക്കുന്ന കിട്ടും. ഞാൻ വ്യക്തമാക്കാം എന്താ. ചില വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം വ്യക്തമാകും. ഓക്കെ, കർത്താവ് തന്നെ പറഞ്ഞില്ലേ,
സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ അങ്ങ് സുലഭമായി ഉപയോഗിക്കുന്നൊരു പദമാണ് സ്നേഹം. സ്നേഹം സ്നേഹം സ്നേഹിക്കണം. പിന്നെ എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് സ്നേഹിക്കണം വളരെ. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ വളരെ സുലഭമായിട്ട് ഈസിയായിട്ട് അങ്ങ് സ്നേഹിച്ചാൽ മതിയല്ലോ. എനിക്ക് സ്നേഹമുണ്ട് ഇത്രയൊക്കെ പറയുമ്പം കാര്യം മനസ്സിലായിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്ര സിമ്പിളല്ല സ്നേഹം. അത്ര സിമ്പിളല്ല സ്നേഹം. അല്ലെ ഭാര്യയോട് ചോദിച്ച് ഭർത്താവിനെ സ്നേഹിക്കുന്നത് അത്ര സിമ്പിളാണോ? അല്ല ഭർത്താവിനോട് ചോദിച്ചേ ഭാര്യയെ സ്നേഹിക്കുന്നത് അത്ര സിമ്പിളാണോ? ഞാനേ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കലും ഞാൻ റെസ്പെക്റ്റ് ചെയ്തിരുന്ന എൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു. അതേ ഒരിക്കലും എൻ്റെ അടുക്ക വന്ന് എന്നോട് ഓർക്കാപ്പുറത്തൊരു ചോദ്യം, രാജുവിന് എന്നോട് സ്നേഹമാണോ? ഞാൻ ഇതെന്നാ ഒരു ചോദ്യം, ഈ ചോദ്യത്തിൻ്റെ ആവശ്യം എന്നാ? സ്നേഹമാണല്ലോ. പക്ഷെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനകത്ത് എന്തോ ഒരു കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചില മൗനമായി എന്നോട് അദ്ദേഹം പറഞ്ഞു, സ്നേഹമില്ല, രാജുവിന് എന്നോടുള്ളത് സ്നേഹമല്ല, ലോഹ്യമാണ്. ഇപ്പോൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞെന്നറിയാമോ? ഇപ്പോഴും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഈ സ്നേഹം നമ്മൾ ഈ പറയുന്ന സ്നേഹമൊന്നുമല്ല, അത് ലോഹ്യമാണ്, അല്ലെങ്കിൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ താല്പര്യമാണ്. അതല്ല സ്നേഹം. സ്നേഹം വിശുദ്ധ ബൈബിളിൽ കാണണമെങ്കിൽ 1 കൊരിന്ത്യർ 13 വായിക്കണം. വാട്ട് ഈസ് ലവ് ആൻഡ് സീ ഇഫ് യു ഹാവ് ലവ്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ എന്ന് അതിൻ്റെ വെളിച്ചത്തിലാണ് നോക്കേണ്ടത്. നമ്മൾ ഈ ലോഹ്യം തന്നെ അങ്ങ് ഒപ്പിച്ചുകൊണ്ടിരുന്ന, ലോഹ്യം പോലെ ഒരു കാറ്റ് വീശിയാൽ താഴെ കിടക്കുന്നതാണ്. പിന്നെ ഭോഗ വീർപ്പിച്ച് നടക്കുക എന്നുള്ള ലോഹ്യം തന്നെ അങ്ങ് വളരെ ഒപ്പിച്ചുകൊണ്ടിരുന്ന. അപ്പോഴാ കർത്താവ് പറയുന്നു, ചുങ്കക്കാരും പാപികളും അവരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. ലെറ്റ് us be very honest with God's word. ദൈവവചനത്തോട് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് അടുത്ത് വന്നാലേ നമ്മുടെ ആത്മീയതയ്ക്കൊരു ഗൗരവം, ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കുകയുള്ളൂ. സോ സ്നേഹം നാം വിചാരിക്കുന്ന പോലെ ഇല്ല. സ്നേഹിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും forgive one another, ക്ഷമിക്കുവിൻ. നമ്മൾ സാധാരണ പറയും, അതിനങ്ങ് ക്ഷമിച്ചാൽ പോരെ, അങ്ങ് ക്ഷമിക്കേ. അതെ പറയത്തില്ലേ, ഞാനങ്ങ് ക്ഷമിച്ചു. ഇറ്റ്സ് വെരി സിമ്പിൾ. അല്ല, അത്ര സിമ്പിളല്ല. ശരിക്കും കൊള്ളുമ്പോൾ അറിയാൻ ക്ഷമിക്കുന്ന അത്ര എളുപ്പമാണോ? ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ക്ഷമിച്ചു, അങ്ങനെ ക്ഷമിച്ചു എന്ന് പറയാൻ എൻ്റെ അർത്ഥം വിഷയം ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ വരുമ്പോൾ ഇത് പിന്നെ അകത്തുനിന്ന് കയറി വരും. ഇതേ ഈ ക്ഷമിച്ചു എന്നൊക്കെ ഈ പറയുന്നത്. കഴിവതും നമ്മളെ ഹേർട്ട് ചെയ്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ്, നമ്മൾ ഇങ്ങനെ പോകാനേ ശ്രമിക്കുള്ളൂ. നേരെ വരത്തില്ല. ക്ഷമിച്ച ആളാ. നമ്മൾ വിചാരിച്ചത്രയും സിമ്പിളല്ല ക്ഷമിക്കുക എന്ന് പറയുന്നത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അത് കഷ്ടിച്ച് നോപ്പിക്കുക. ഉറക്കത്തിൽ പിന്നെയും ചെയ്ത കാര്യം ഇങ്ങനെ തേട്ടി കയറി വരുമെന്ന് പറഞ്ഞാലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ അതിനപ്പുറത്തൊരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം. അവിടെ പ്രശ്നം ഇരിക്കുന്നു. ഇതെന്നാ നമുക്കെല്ലാം ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പിന്നെയും പറയുകയാണ്, ദൈവം അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നേരെ മുഖാമുഖം വരുവുള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. കൊടുക്കുക. അതൊരു നിയമമായിട്ട്, ഡ്യൂട്ടി ആയിട്ടല്ല ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാ? സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. ഹി ഹു ഗിവ്സ് ജനറസ്ലി. നമ്മൾ അടുത്ത് വായിക്കുന്നുണ്ട്, ദാനം ചെയ്യുന്നവൻ, നൽകുന്നവൻ എങ്ങനെ ചെയ്യണം? ഔദാര്യത്തോടെ,
കൊടുക്കാൻ പറ്റും, പക്ഷേ എങ്ങനെ? ഔദാര്യത്തോടെ, സന്തോഷത്തോടെ. അപ്പം ഇവിടെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഈ ഒരു പ്രതിസന്ധി സത്യമായി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് വരുമ്പോൾ ഇറ്റ്സ് എ ലോങ് വേ. ഞാൻ പറയാം, മനസാക്ഷിയൊക്കെ അവിടെയൊക്കെ നന്നായി പുലർത്തി ദൈവവചനത്തെ സ്നേഹിച്ച് വചനത്തെ അനുസരിച്ച് വരുന്ന സീരിയസ് ക്രിസ്ത്യൻ, ഗൗരവപൂർണമായിരിക്കുന്ന വിശ്വാസികളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അവർ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവർ പ്രതിസന്ധി കാണും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരാം. ഈ ഒരു കാര്യമാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പൗലോസ് പറഞ്ഞു വരുന്ന കാര്യം, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്നത്, 15-ാം വാക്യത്തിൽ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യമായി ചെയ്യുന്നത്. The thing I do what I hate. ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലരെ ആശ്വസിപ്പിക്കാൻ അടുത്ത് കൂടുമല്ലോ. ആശ്വസിക്കുന്നതിന് 2 വാക്ക് കഴിഞ്ഞോ ആശ്വാസം കാണുന്നില്ല എന്ന് നിങ്ങൾ പറയും. ഇതിന് ഇങ്ങനൊരു വിഷമമുണ്ടോ? പിന്നെ വേറെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ലേ? നമ്മുടെ മൂഡ് പോയി. സമാധാനിപ്പിക്കാൻ ചെല്ലുന്നവരുണ്ട്. ഇവിടെ തീരുന്നത് തർക്കത്തിലും വഴക്കത്തിലും തീരുന്നു. ആത്മാർത്ഥമായിട്ട് സമാധാനിപ്പിക്കാനാവോ, ആശ്വസിപ്പിക്കാനാവോ, സഹായിക്കാൻ പോകുന്നവരുണ്ട്. ചിലങ്ങ് വലിയ സഹായിക്കാൻ അങ്ങ് തയ്യാറായിട്ട് നിൽക്കുക, എനിക്ക് പോയി സഹായിക്കണം. 2 മണിക്കൂർ കഴിഞ്ഞ് വേഗം തിരിച്ചു വന്നു. അതിനാ നമുക്ക് അങ്ങനെയൊന്നും എല്ലാവരെയും സഹായിക്കാനൊന്നും പറ്റത്തില്ല. എന്നോട് വളരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാണെന്ന് വെച്ചാൽ തന്നെത്താൻ ചെയ്തോളും, വേറൊരാളുടെ കൂടെ മറ്റൊരാളോട് കൂടി അത് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ടോളറേറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ അങ്ങോട്ട് സഹിക്കാൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നന്മ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ട്, ചെയ്തു വരുമ്പോൾ അതെന്താ? തിന്മയായിട്ടാണ് തീരുന്നത്. ശാന്തമായി സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ ഇരിക്കുന്നത്, വന്നപ്പോൾ എന്താ? ഭയങ്കര പൊട്ടിത്തെറിയിലേക്കാണ് തീരുന്നത്. നമുക്കറിയാമല്ലോ, കേൾപ്പാൻ വേഗവും പറയാൻ താമസവും. എല്ലാവർക്കും അറിയത്തില്ലേ അത്? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പിന്നെയും ഞാൻ പറയുന്നു, വചനം ഗൗരവമായിട്ട് എടുക്കുന്നവരോടാണ് ഞാൻ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലൊക്കെ തന്നെയാണ് ഞാനെന്ന് വേഗം പറയരുത്. വചനം ഗൗരവമായിട്ട് എടുക്കുന്ന സമയത്തോളം ദിസ് ഈസ് എ റിയൽ പ്രോബ്ലം ദേ ഫേസ്. ഇതാണ് പൗലോസ് പറയുന്നത്. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് പൗലോസ് ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ, ദാറ്റ്സ് ട്രൂ. I really want to do good. സത്യമായി നന്മ ചെയ്യാനാണ് അനുഗ്രഹിക്കുന്നത്. But I find a law that is evil. തിന്മയുടെ ഒരു പ്രമാണം ഞാൻ എൻ്റെ ശരീരത്തിൽ കാണും. ഇതിനാണ് ദ നേച്ചർ ഓഫ് സിൻ, പാപത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ നന്മയ്ക്കായിട്ടുള്ള വലിയ ഡിസയറുണ്ട്. എൻ്റെ പ്രകൃതം പാപം ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന അടുത്ത വാക്യം? ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എല്ലാം ഞാൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പ്രാർത്ഥനകളിൽ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ പറയാറുണ്ട് അതെനിക്ക് അനുഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ വായിക്കാം. ആ പ്രമാണം, അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു, എന്നെ കീഴ്പ്പെടുത്തി കളയുന്നു. ദിസ് ഇസ് എ ബിഗ് സ്ട്രഗിൾ ഫോർ എ സീരിയസ് ക്രിസ്ത്യൻ. ഒരു ഗൗരവമായി ജീവിക്കുന്ന ഒരു വിശ്വാസിയ സമയത്തുള്ള ഇതൊരു വലിയ സ്ട്രഗിളാണ്. ഇതൊരു സംഘർഷമാണ്. ഇത് പൗലോസ് താൻ തന്നെയും ഗൗരവപൂർണമായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സ്ട്രഗിൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നിയമം പാലിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഒരു സ്ട്രഗിളിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ എന്തു ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിച്ചു നോക്കുന്നു, ഞാൻ ഉപവസിച്ച് നോക്കുന്നു, ഞാൻ പിന്നെ തീരുമാനങ്ങളെടുത്ത് നോക്കുന്നു.
പിന്നെ എൻ്റെ ആഗ്രഹം വീണ്ടും വീണ്ടും ദൈവത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഐ ഡു എവ്രിതിങ് പോസിബിൾ ടു ലിവ് റൈറ്റ് വിത്ത് ഗോഡ്. ദൈവത്തോട് നേരെ ജീവിക്കുവാൻ എന്നെ കൊണ്ട് ആകാവുന്നിടത്തോളം എല്ലാം ഞാൻ ചെയ്യുന്നു. പക്ഷെ നാം വായിക്കുന്ന എന്താണ്? അടുത്ത വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇപ്പൊ വായിച്ച പോലെ അല്ല പൗലോസ് പറയുന്നു കേട്ടോ. എങ്ങനെയാ പറയുന്നു? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഐ എം ഗോൺ. വീണ്ടും വീണ്ടും പരാജിതനാകുന്ന, ഹി കനോട്ട് ഓവർകം ദാറ്റ്. എന്ത് ഈ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ നിയമങ്ങൾ ഉള്ളിൽ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും പ്രകൃതത്തിലുള്ള പാപം അതിനെ തടസ്സപ്പെടുത്തുന്നു. പ്രകൃതത്തിലുള്ള പാപം മനസ്സോടെയല്ല. 6-ാം അധ്യായം ഇങ്ങനെയല്ല നാം കാണുന്നു. ഞാൻ പിന്നെയും പറയുന്നു, എല്ലാ രീതിയിലും പരാജിതരെ ഉദ്ദേശിച്ചുള്ളൊരു വചനമല്ല ഞാൻ ഈ പറയുന്നത്. ഹൃദയം കൊണ്ട് സത്യവും വചനത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നൊരു തലമുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഹൃദയം കൊണ്ട് സത്യവും വചനത്തിൻ്റെ അനുസരണവും ഉണ്ടായിരിക്കെ തന്നെ പ്രകൃതത്താൽ അതിന് തടസ്സം നിൽക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ എവിടെ വരെ കൊണ്ടുവരുന്നു? നിയമത്തിൻ്റെ കീഴിലുള്ളൊരു മനുഷ്യനെ എവിടെ വരെ കൊണ്ടുവരുന്നു? ഈ ഒരു ഉൾക്കരച്ചിലേക്ക് കൊണ്ടുവരുന്നു. ദർ ഇസ് എ പെയിൻ, ദർ ഇസ് എ ക്രൈ ഗോയിങ് ഓൺ. വാട്ട് ഷൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഞാൻ പിന്നെയും തട്ടി താഴെ വീഴും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഭിത്തിയിലൊക്കെ വീണ്ടും പണ്ട് വന്ന് അടിച്ചിട്ട് പിന്നെയും താഴെ വീഴും, പിന്നെയും പറന്ന് പിന്നെയും വന്ന് ഭിത്തിയിലടിക്കും, പിന്നെയും താഴെ വീഴും. വി ഡു എവ്രിതിങ്. പിന്നെയും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു, പിന്നെയും താഴെ വീഴും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപത്തിന് മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും? സെക്രൈ. സത്യമായി ദൈവഭക്തിയോടെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു പോയിന്റിൽ എത്തിച്ചേരും. ഈ അരിഷ്ട മനുഷ്യനെന്ന് ഈ പറഞ്ഞിരിക്കുന്നത് റോമൻ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അന്ന് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നവർ, ഗൗരവപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നവർക്ക് പല രീതിയിലുള്ള പണിഷ്മെൻറ്റിലൊന്ന് ശവശരീരം സ്വന്തം ശരീരത്തോട് കെട്ടിവെച്ചുകൊണ്ട് നടത്തുന്നൊരു പണിഷ്മെൻ്റ് ഉണ്ടായി. അതാണ് ഇതിനകത്തെ ആ സിമ്പൽ, പ്രതീകം. ഈ മരണകരമായിരിക്കുന്ന ശരീരവുമായി ഞാൻ പോകുന്നു. ഹൂ ഷാൽ ഡെലിവർ മീ? എന്നെ ആരതിൽ നിന്ന് വിടുവിക്കും? പലപ്പോഴും നമുക്ക് ആത്മീയതയുടെ ഒരു പ്രത്യേക അനുഭവത്തിൽ, ഉയർന്ന അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന വെളിപ്പാടുകളുണ്ട്. എന്നാൽ ആത്മീയയുടെ പരാജയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കിട്ടുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. സംടൈംസ് വി ഗോ ഫ്രം ഡിഫീറ്റ് ടു ഡിഫീറ്റ്. തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് ടു റോക്ക് ബോട്ടം. അതിനേറ്റവും നെല്ലിപ്പലക വരെ പോയ ശേഷം കിട്ടുന്ന കാഴ്ചകളുണ്ട്. സത്യസന്ധമായി നാം ജീവിക്കുമ്പോൾ God allows failures in our life that we have greater insight through that. നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും ദൈവം അനുവദിക്കാറുണ്ട്. അതിൽ കൂടി നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, പൗലോസിന് ഇതുപോലുള്ള റോക്ക് ബോട്ടത്തിൽ നിന്ന് ഒരു വലിയ വെളിപ്പാട് കിട്ടുകയാണ്. അതാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മൃതമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്ന് പറയുന്ന റോക്ക് ബോട്ടത്തിൽ നാം നോക്കത്തില്ലേ? ഫിനിഷ്, തീർന്നു. There is no hope, തീർന്നു. ആ ഒരു പോയിന്റിൽ പൗലോസ് നിന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്. എന്താണെന്ന് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെങ്ങനെയാ? പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നുകൊണ്ട് ഐ താങ്ക് ഗോഡ് ഫോർ ക്രൈസ്റ്റ് ജീസസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെങ്ങനെയാ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്? when you have revelation, നിങ്ങൾക്ക് വെളിപ്പാടുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ. ദൈവവചനത്തിലെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. പൗലോസ് ദമസ്കോസിൽ വെച്ച് കണ്ട പ്രകാശമുണ്ടല്ലോ, കണ്ണിനെ അന്ധമാക്കി പുത്തൻ കാഴ്ച കിട്ടി. അന്ന് തുടങ്ങിയുള്ള പ്രകാശത്തിൽ കൂടി ക്രിസ്തുവിനെ പിന്നെയും പിന്നെയും കണ്ടുവരികയാണ്. നമുക്ക് അത്തമേശയിൽ വായിക്കാറുണ്ടല്ലോ, പത്രോസ് യോഹന്നാനും എന്നെ പഠിപ്പിച്ചതെന്നാൽ കർത്താവിന്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് രാത്രിയിൽ. ആര് പഠിപ്പിച്ചതാ ഇത്? ആരാ പഠിപ്പിച്ചത്? സീനിയേഴ്സ് പഠിപ്പിച്ചതല്ലേ? അല്ല, റിസീവ് ഫ്രം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല, മനുഷ്യനെ പഠിപ്പിച്ചിട്ടില്ല, മനുഷ്യൻ എനിക്ക് ലഭിച്ചിട്ടുമില്ല. Every child of God should have direct revelation. ഓരോ വിശ്വാസിക്കും നേരിട്ട് വെളിപ്പാട് ലഭിക്കണം. വെളിപ്പാട് ലഭിക്കണം. പാസ് പഠിപ്പിച്ചാൽ പോരാ, പല പഠിപ്പിക്കും, പലതും തിരിഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചു കഴിയുന്നുണ്ടേ ഒടുവിൽ എങ്ങുമില്ല, ആളുകൾ കുഴഞ്ഞു കിടക്കുക. ലേൺ ഫ്രം ഗോഡ്, ബി ടോട്ട് ഓഫ് ഗോഡ്. ദൈവത്താൽ പഠിപ്പിക്കപ്പെടണം. ഇവിടെ ഒരു മനുഷ്യൻ കാണുകയാണ്, താങ്ക്സ് ബി ടു ഗോഡ്. തുടർമാനമായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ കൂടി പൗലോസ് വരികയായിരുന്നു. അങ്ങനെയുള്ളൊരു വെളിപ്പാടായി പറയുന്നത്. ഈ താഴ്ന്ന അധമ അവസ്ഥയിൽ നിന്നും ഐ സീ യേശു ക്രിസ്തുവിൻ്റെ മഹൽ പ്രവൃത്തിയെ കാണുന്നു. അതിനെക്കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 8:3 നാം കാണുന്ന വായിക്കുന്നത് എന്താണ്? 8-ാം അധ്യായത്തിന്റെ 3 നാം വായിക്കുന്നത്, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, നിയമങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നോക്കണേ, what the law could not do, God did. നിയമത്തിന് കഴിയാത്തതിനെ ദൈവം ചെയ്തു. God did. ദൈവമക്കളെ, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന സുവിശേഷം ഏതാണെന്നറിയാമോ? നിയമത്തിന് ചെയ്യാൻ കഴിയുന്നതും നമുക്ക് ചെയ്യാൻ കഴിയുന്നതും സഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നതും മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു സുവിശേഷമല്ല കിട്ടിയിരിക്കുന്നത്. നാം പ്രാപിച്ചിരിക്കുന്ന സുവിശേഷം എന്താണ്? ഗോസ്പൽ ദാറ്റ് ഗോഡ് ഡിഡ്. ദൈവം ചെയ്ത സുവിശേഷത്തിൻ്റെ പങ്കുകാരാണ് നാം. ഗോഡ് ഡിഡ് ദ ഇംപോസിബിൾ. അസാധ്യം ഒരു ഭാഗത്ത് വന്ന് നിർത്തിയൊരു മനുഷ്യൻ പറയുകയാണ്, ഐ താങ്ക് ഗോഡ് through Jesus Christ. യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Because he sees a way open. ഇതുവരെ തടസ്സപ്പെട്ടിരിക്കുന്ന വാതിൽ തുറന്നിട്ടിരിക്കുന്നു. God did. പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പോലെ 10 കൽപ്പനകളോ 100 കൽപ്പനകളോ ഇനി 1000 കൽപ്പനകളോ അല്ല. പലരും ഇങ്ങനെ കൽപ്പന എണ്ണിയാണ് ജീവിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ അന്തസ്സത്ത കൽപ്പനകളല്ല. പുതിയ നിയമത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ആളത്വവും അവൻ്റെ പ്രവൃത്തിയുമാണ്. ദ വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഗോഡ് ഡിഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ദൈവം യേശു ക്രിസ്തുവിൽ നിവർത്തിയാണ് പുതിയ നിയമം. എന്താ കാൽവറിയിൽ ഒടുവിൽ ഫൈനലി കർത്താവ് ഉറക്ക നിലവിളിച്ചത് എന്താണ്? ഇറ്റ്സ് ഫിനിഷ്ഡ്. ഇറ്റ്സ് ഫിനിഷ്ഡ്. അത് സത്യമായി, അത് പൂർത്തിയായി, അത് നിവൃത്തിയായി. ആമേൻ. എന്ത് സാധ്യമായി? എന്ത് സാധ്യമായി? ഏദനിൽ പിശാച് മനുഷ്യനെ നഷ്ടമാക്കിയ കാര്യം, ദൈവത്തോട് വന്ന അകൽച്ച, മനുഷ്യൻ്റെ അന്തരംഗത്തിൽ വന്ന മരണം, പാപത്തിന് അധീനനായി തീർന്നത്, മർത്യനായി തീർന്നത്, ശാപത്തിന് വിധേയനായി തീർന്നത്, ദൈവസന്നിധിയിലേക്ക് വരാൻ കഴിയാതെ ഇരിക്കുന്നത്, എവ്രിതിങ്, വീഴ്ചയിൽ കൂടി മനുഷ്യന് നഷ്ടപ്പെട്ട സകലതും കർത്താവ് അതിൻ്റെ മുദ്രയെ കാൽവറിയിൽ പൊട്ടിച്ചേച്ച് പറഞ്ഞു, ഇറ്റ്സ് ഫിനിഷ്. അത് തീർന്നു. സാത്താൻ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരണം മാറ്റപ്പെട്ടിരിക്കുന്നു. പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമായി തീർന്നിരിക്കുന്നു. ഭാവിക്ക് ഉദ്ധാരണം ലഭിച്ചിരിക്കുന്നു. വീണ്ടെടുക്ക് സാധ്യമായി തീർന്നിരിക്കുന്നു. Man has come back. He is redeemed. വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. It's finished. നാം നിൽക്കുന്ന ചില സഭകളുടെ ഉപദേശങ്ങളിലല്ല, ചില അറിവിൻ്റെയും പഠനത്തിൻ്റെയും വെളിച്ചത്തിലല്ല, പലരുടെയും ജീവിതവും അവരുടെ രീതികളും കണ്ടു കഴിഞ്ഞാൽ, പിണക്കവും വർത്തമാനവും കണ്ടു കഴിഞ്ഞാൽ, അവരുടെ സുവിശേഷം, അവരുടെ ഭക്തിയിലെ കൊച്ചു കൊച്ചു കുറേ കാര്യങ്ങളുടെ ചുറ്റിലും നിൽക്കുന്നു. നോ, കോൾ ബൈ ഗോഡ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, യേശു ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുന്നവർ, ക്രിസ്തുവിനെ നിവൃത്തിയാക്കപ്പെട്ട ആ പ്രവൃത്തിയിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നവർ, ദൈവത്തോട് പ്രവേശനം ലഭിച്ചിരിക്കുന്നവർ, ദൈവത്തിന് മക്കളായി തീർന്നിരിക്കുന്നവർ, ദൈവം തന്നെ വിശുദ്ധരെന്ന് എണ്ണിയിരിക്കുന്നവർ.
ഹെവൻലി കോൾ, സ്വർഗീയ വിളി ലഭിച്ചിരിക്കുന്നവർ. ലുക്ക് അപ്പ്, കണ്ണുകളി മുകളിലേക്ക് നോക്കി നാം ജീവിക്കണം. എ കോൾ ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് വിളി ലഭിച്ചവർ. ആമേൻ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് മനുഷ്യനാൽ അസാധ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ സാധിച്ചു. ആ സാധിക്കപ്പെട്ട ആ നിവൃത്തിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് 1 കൊരിന്ത്യർ 1:30 നാം വായിക്കുന്നത്. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നോക്കണേ, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ നിവൃത്തിയായ കാര്യങ്ങളിൽ അനേക, ഇറ്റ്സ് എ ബിഗ് മിസ്റ്ററി, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന കാര്യങ്ങളാണ് ആ അദൃശ്യതലത്തിൽ നിന്ന് നടന്നിട്ടുള്ളത്. കാൽവൽ നമുക്ക് അനേക കാര്യങ്ങൾ അറിയാം, മനസ്സിലായിട്ടുണ്ട്, വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബട്ട് ദർ ആർ സ്റ്റിൽ മിസ്റ്ററീസ്. നമുക്കിപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത അനവധി കാര്യങ്ങളെന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? മനുഷ്യവർഗം മുഴുവൻ ആദാമിലാണ്. ഇൻ ആദം, ആദാമിൻ്റെ മകൻ, ആളുടെ മകൻ, ആളുടെ മകൻ, ഇവരെല്ലാം പുറകോട്ട് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? നിങ്ങളുടെ അപ്പനെക്കുറിച്ച് ചിന്തിച്ച്, വല്യപ്പച്ചനെക്കുറിച്ച് ചിന്തിച്ച്, ആ അപ്പനെക്കുറിച്ച് ചിന്തിച്ച് പുറകോട്ട് പോയാൽ എവിടെ ചെല്ലും? എല്ലാവരും എവിടെ ചെല്ലും? ഇൻ ആദം, ഇൻ ആദം. മനുഷ്യൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരും ആദമിലാണെന്ന ഈ വീണുപോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളാരെങ്കിലും പാപം ചെയ്തിട്ടാണോ ഒന്നത് സംഭവിച്ചത്? ആദാം പാപം ചെയ്തു, ദാറ്റ്സ് എല്ലാവർക്കും പാപികളായി തോന്നും. എല്ലാവരിലേക്കും മരണം വേണം. ഇൻ ആദം, ഹോൾ ഹ്യൂമാനിറ്റീസ് ഇൻ ആദം, ആദമിലായിരിക്കുന്ന മനുഷ്യവർഗം. എന്നാൽ യേശു ക്രിസ്തു സാധിച്ചത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു സാധിച്ചത്, ദൈവം ചെയ്ത പ്രവൃത്തി യേശു ക്രിസ്തു ചെയ്ത എന്നാണെന്നറിയാമോ? ആദാമിലുള്ള മനുഷ്യവർഗത്തെ അവിടെ നിന്ന് എടുത്തു. ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു വന്ന ശേഷം ആദാമ്യ പാരമ്പര്യത്തിന് അറുതി വരുത്തി. ആദാമിൽ നിന്നും ആദാമ്യ മനുഷ്യനെ പുറത്തെടുത്തു. യേശു ക്രിസ്തുവിൻ്റെ ആ ബലിമരണത്തിൽ ഈ മനുഷ്യനെ അവിടെ ഉൾപ്പെടുത്തി. ദൈവിക മർമ്മം, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലായിത്തീരുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വീണ്ടെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലാക്കപ്പെടുക എന്നാണ്. നാം വിശ്വസിക്കുന്ന മാത്രയിൽ യേശു ക്രിസ്തുവിലായിരിക്കുന്ന നമ്മെ സമയത്തോളം യേശു ക്രിസ്തുവിൽ എന്തെല്ലാം നിവൃത്തിയായി തീർന്നോ അതെല്ലാം സജീവമാകാൻ തുടങ്ങിയാണ്. സത്യമായും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾ, വീണ്ടും ജനിക്കുന്ന ഒരാളെ സമയത്തോളം യേശു ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി നിവർത്തിക്കപ്പെട്ട ആ ദൈവിക നിവൃത്തി, ആ ആത്മീയ നിവൃത്തിയെല്ലാം നമ്മളിൽ ചലനാത്മകമാകുകയാണ്. സന്തോഷം, ദൈവത്തോട് സമാധാനം, പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാനായിട്ടുള്ള ധൈര്യം, ദൈവത്തിൻ്റെ വചനം തുറക്കുമ്പോൾ അതുവരെ അടയ്ക്കപ്പെട്ട കാര്യങ്ങൾ കാണുവാൻ, ഗ്രഹിക്കുവാനുള്ള തുറവി, ദൈവമക്കളോടുള്ള ബന്ധം, നിത്യതയെക്കുറിച്ചുള്ള പ്രതീക്ഷ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള താല്പര്യം, പാപത്തോടുള്ള വിരക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തു സാധിച്ചതെല്ലാം നമ്മുടെ അന്തരംഗത്തിൽ സാധിക്കാൻ തുടങ്ങിയാണ്. ആമേൻ. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിൽ, നാം ക്രിസ്തുവേശുവിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഈ വിശ്വാസ ജീവിതമായിരിക്കണം. നാം പഠിച്ചു വന്ന, പണ്ട് തൊട്ടേ പഠിച്ച് അത് ചെയ്യണം, ഇത് ചെയ്യണം, നന്മ ചെയ്യണം, ശരി ചെയ്യണം, ഈ ചില ആ അരിത്തമാറ്റിക്സിൽ നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെങ്കിൽ എവിടെയോ ഓരോ വിശ്വാസികളും വന്ന് നോക്കുമ്പോൾ ദേ ആർ ഹിൻഡേഡ്. ചില സമയങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും ഓരോരുത്തരത്ത് വന്ന് ഇരിപ്പാണ്. ദ നോട്ട്, കർത്താവരെ വിളിച്ച് വിളിയിൽ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ അംഗത്ത് ദൈവികമായിട്ട് വരേണ്ട പുതുക്കം അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല. ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചയിൽ വളരുന്നതായിട്ട് കാണുന്നില്ല. ദൈവികമായിരിക്കുന്ന രൂപാന്തരത്തിൻ്റെ പ്രവൃത്തിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല. ദേ ആർ ഹോൾട്ടഡ്. അവിടെ വന്ന് നിന്നു പോകുന്നു. വൈ? അതിൻ്റെ കാരണം എന്താണ്? കണ്ണ് തുറന്ന് ഇത് കാണണം. നിങ്ങളുടെ കോൺഷ്യസ്നസ്, നിങ്ങളുടെ അന്തർബോധത്തിലേക്ക്, നിങ്ങൾ ആദാമിൻ്റെ സന്തതിയും നിങ്ങൾ ഇന്ന കുടുംബക്കാരും ലോകത്തിൽ നിങ്ങളുടെ അഡ്രസ്സിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം യേശു ക്രിസ്തുവിൽ ചിന്തിക്കണം. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മകനാണ്, അവൻ്റെ ജീവനാണ് എൻ്റെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നത്, പിതാവിനെ വിളിച്ചിരിക്കുന്നതാണ്. ഐഡൻറ്റിഫൈ ടു യുവർ ഹെവൻലി കോൾ. സ്വർഗീയ വിളിയോട് താതാത്മ്യപ്പെട്ട് ജീവിക്കണം. അതിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം നേരെ നേരെ കൊണ്ടുവരണം. ആൻഡ് യുവർ ഇന്നർ കോൺഷ്യസ്നസ് ഷുഡ്
എപ്പോഴും നിങ്ങളുടെ ആന്തരികമായിരിക്കുന്ന ബോധം ദൈവവചനത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരണം. ഇതാണ് വിശ്വാസത്താലുള്ള ജീവിതം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസ ജീവിതത്തോട് ചേർന്ന് നമുക്ക് സ്വർഗത്തിൽ തന്നിരിക്കുന്ന മഹൽ ദാനമാണ് പരിശുദ്ധാത്മാവ്. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത്? നമ്മൾ ഉറക്കെ ഹല്ലേലൂയ പറയുമ്പോഴാണ് എന്ന് മാത്രം നാം ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിനെ അധിവാസം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഡീപ്പസ്റ്റ് കോൺഷ്യസ്നെസ്സിൽ, നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള അന്തർബോധത്തിൽ പരിശുദ്ധാത്മാവായിട്ടുള്ള സംസർഗത്തിന് നാം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ലിസൺ ടു ദ സ്പിരിറ്റ് ഇൻ us. നമ്മളുടെ ആത്മാവിനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെയും ആത്മാവിലെ നടപ്പിലും നമ്മുടെ ജീവിതം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ചെയ്യുവാനായിട്ടിടയായിത്തീരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലടത്ത് വന്നൊക്കെ വഴിമുട്ടി പോവുമല്ലോ. ഹൗ കെൻ ഐ ലവ്? എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുന്നത്? ഈ സമയത്തും എങ്ങനെ സമാധാനത്തിലായിരിക്കുവാനായിട്ട് കഴിയും? എങ്ങനെ ദീർഘക്ഷമയോടെ ഇരിക്കുവാനായിട്ട് കഴിയും? എങ്ങനെ വിശാല ഹൃദയത്തോടെ നൽകുവാനായിട്ട് കഴിയും? എങ്ങനെ വിനയപ്പെടുവാനായിട്ട് കഴിയും? എവ്രി ക്വസ്റ്റൻ ഈസ് ആൻസേർഡ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് ആത്മാവിൽ നടക്കുമ്പോൾ. കാരണം എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് വി കീപ്പിംഗ് ദ ലോ. നാം അല്ല നിയമം പാലിക്കുന്നു, നാം അല്ല നിയമത്തെ നിവർത്തിക്കുന്നു. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലൂടെ നിയമത്തെ നിവർത്തിക്കുകയാണ്. ഹിസ് ലൈഫ് ഇൻ us can do it. അവൻ്റെ ജീവൻ നമ്മളിൽ അത് നിവൃത്തിയാക്കുവാനായിട്ട് കഴിയും. അതാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, പുതിയ നിയമത്തെ കാണേണ്ടതിനായിട്ട് ദൈവസന്നിധി ചെല്ലണം. യേശു ക്രിസ്തുവിൽ ദൈവം ചെയ്ത സ്വർഗീയ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി എന്താണെന്ന് കാണാൻ നാം ചെല്ലണം. നമ്മുടെ വിളിയെ അവിടെ കാണണം, നമ്മുടെ തിരഞ്ഞെടുപ്പിനെ അവിടെ കാണണം, നമ്മുടെ വീണ്ടെടുപ്പിനെ അവിടെ കാണണം. ഇൻ ക്രൈസ്റ്റ് അവനാണ് നമ്മുടെ വീണ്ടെടുപ്പ്. അവനാണ് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം. അവനാണ് ദൈവത്തിൽ നമ്മുടെ നീതി. അവനാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ, നമ്മുടെ ശുദ്ധീകരണം. രക്ഷ എന്ന് പറയുന്ന അന്ന് ലഭിച്ച ഒരു പാപക്ഷമയും നീതീകരണത്തിലും അവിടെ വെച്ചേച്ച് അതല്ല. വി ഹാവ് ടു കം ഫോർവേഡ്. നീതീകരണത്തിനായി ദൈവത്തിന് സ്തോത്രം, വീണ്ടും ജനനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ബട്ട് എവരിതിങ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലുള്ള സകലത്തിനും 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 we are born into the wealth of God in Christ. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സകല ധനമഹത്വത്തിലേക്കുമാണ് നാം ജനിച്ചു വീണിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഒരു രാജാവിൻ്റെ പുത്രൻ ജനിക്കുമ്പോൾ തന്നെ എന്തായിട്ടാണ് വിളിക്കുന്നത്? പ്രിൻസ് എന്ന പേര്. സാധാരണ വിളിക്കത്തില്ല. ക്ലാസ്സിൽ ചെന്നാലും പ്രിൻസാണ്, പത്രത്തിൽ വന്നാലും പ്രിൻസ് ചേർത്തേ വരത്തുള്ളൂ. പ്രിൻസ് ഹാരി, പ്രിൻസ്. നമ്മുടെ പേരിനോട് ചേർന്ന് അങ്ങൊരു എക്സ്ട്രാ സർനെയിം ഉണ്ടെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ജനനത്തിൽ നമുക്കൊരു വ്യത്യാസമുണ്ട്, വിളിയിൽ നമുക്കൊരു വ്യത്യാസമുണ്ട്. നാം ജനിച്ചു വീണിരിക്കുന്ന ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിലുള്ള ഈ സമ്പത്തിലേക്കാണ്. ഐസക് അബ്രഹാമിൻ്റെ സമ്പത്തിലേക്ക് ജനിച്ച പോലെ. ഹല്ലേലൂയ. നാം ഇത് കാണുന്തോറും നമ്മുടെ പ്രാർത്ഥനയുടെ തരണമേ തരണമേ കുറഞ്ഞ് എന്താവുമെന്നറിയാമോ? സ്തോത്രം വർദ്ധിക്കും, സ്തോത്രം വർദ്ധിക്കും, സ്തോത്രം വർദ്ധിക്കും. നമ്മളൊക്കെ ഈ ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ? ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പം എല്ലാവരും ഉണ്ടോയെന്ന് അറിയത്തില്ല, നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കർത്താവേ ഭക്ഷണം തരണമേ, കർത്താവേ ഭക്ഷണം തരണമേ, കർത്താവ് ഭക്ഷണം തരണേ. അതാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. താങ്ക് യു ലോർഡ് ഫോർ ദിസ് ഫുഡ്. ഈ ഭക്ഷണത്തിനായി സ്തോത്രം, ഈ തന്ന ആഹാരത്തിനായി സ്തോത്രം. താങ്ക് യു ലോർഡ് ഫോർ ദിസ് ഹെൽത്ത്. താങ്ക് യു ഫോർ. എല്ലാത്തിനും നന്ദി പറയാൻ തുടങ്ങും. യേശു ക്രിസ്തുവിൽ ദൈവം ചെയ്ത മഹത് പ്രവൃത്തിയെ നാം കാണുമ്പോൾ our prayers will turn to praises. നമ്മുടെ പ്രാർത്ഥനയുടെ സ്ഥാനത്ത് സ്തുതികളായിട്ട് തീരുവാനായിട്ട് കഴിയും. Why we are so mum? നമ്മുടെ വായടഞ്ഞും കണ്ണു താന്നും ഉറക്കം തൂങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ഇതാ ഇതിൻ്റെ കാര്യം.
വി ഡോണ്ട് സീ വാട്ട് ക്രൈസ്റ്റ് ഈസ് ഡൺ ഫോർ us. നമുക്ക് വേണ്ടി ക്രിസ്തു എന്ത് ചെയ്തെന്നും നമ്മെ ദൈവം എവിടെ ആക്കിയിരിക്കുന്നതും നമ്മുടെ പദവി എന്താണെന്നും നമ്മുടെ വിളി എന്താണെന്നും അറിയുന്നില്ല. ഈ വിശ്വാസന മാർഗത്തിൽ നമുക്ക് പോകണം. പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതം നയിക്കണം. അതോട് ചേർന്ന് ദൈവത്തിൻ്റെ സകല നീതിയും നിവർത്തിക്കുവാൻ നമ്മിൽ പരിശുദ്ധാത്മാമുഖാന്തരം ഇടയായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നാം ജീവിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.